ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. രാജാവ് വിളമ്പിയിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ ശരീരം മലിനമാക്കുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ഈ മംഗളവാർത്ത കാലത്ത് നമുക്കെടുക്കാവുന്ന ഏറ്റവും വലിയൊരു തീരുമാനമാണ് ശരീരം മലിനമാക്കുകയില്ല. ദാനിയേൽ 6:22 നമ്മൾ വായിക്കുന്നു, ദാനിയേലിൻ്റെ ശരീരം മലിനമല്ലാത്തത് കൊണ്ട്, അവിടെ വചനം പറയുകയാണ്, തൻ്റെ മുമ്പിൽ കുറ്റമറ്റവനാണ് എന്ന് കണ്ടതിനാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായടച്ചു. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ ശരീരം വിശുദ്ധമായതുകൊണ്ടാണ് ദൈവദൂതൻ അവിടെ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ ശരീരം വിശുദ്ധമാണെങ്കിൽ ദൈവദൂതന്മാർ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് വരും. എന്തെന്നാൽ ജ്ഞാനം 5:19 വചനം പറയുകയാണ്, വിശുദ്ധിയെ ഞാൻ അജയ്യമായ പരിചയാക്കും. ഈ മംഗളവാർത്ത കാലത്ത് ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.